ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20യിൽ 7 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. പരമ്പരയിൽ 2-1 ലീഡ് നേടി ഇന്ത്യ ആധിപത്യം ഉറപ്പിക്കുമ്പോഴും വിജയത്തിന്റെ മധുരത്തിൽ അലിഞ്ഞുചേരാത്തൊരു കയ്പുനീർ ബാക്കിയുണ്ട്. അത് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഫോമും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ്. മൈതാനത്ത് ഇന്ത്യ ജയിച്ചെങ്കിലും സൈബർ ഇടങ്ങളിൽ ശുഭ്മാൻ ഗിൽ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. മത്സരശേഷം ഗിൽ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സഞ്ജു സാംസണിനെ പോലുള്ള അർഹരായ താരങ്ങളെ പുറത്തിരുത്തി മെല്ലെ പോക്ക് ബാറ്റിംഗ് തുടരുന്ന ഗിൽ ടീമിൽ കടിച്ചു തൂങ്ങുകയാണെന്നാരോപിച്ച് ആരാധകർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. മത്സരശേഷം ശുഭ്മാൻ ഗിൽ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. ഇന്ത്യൻ ജേഴ്സിയിൽ ബാറ്റ് ചെയ്യുന്നതും ഫീൽഡ് ചെയ്യുന്നതുമായ 4 ചിത്രങ്ങൾ ഗിൽ പങ്കുവച്ചു. അതിന് അദ്ദേഹം നൽകിയ ക്യാപ്ഷൻ നോട്ടം മുന്നിലേക്ക് എന്ന അർത്ഥം വരുന്ന വാക്കുകളും ഒപ്പം ഇന്ത്യൻ പതാകയുടെ ഇമോജിയുമാണ്. സാധാരണഗതിയിൽ ഒരു വിജയത്തിന് ശേഷം ഇത്തരം പോസ്റ്റുകൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കഥ മാറി. കമന്റ് ബോക്സ് നിറയെ വിമർശനങ്ങളും പരിഹാസങ്ങളും ശാപവാക്കുകളും കൊണ്ട് നിറഞ്ഞു. സ്വന്തം പ്രകടനത്തെക്കുറിച്ച് യാതൊരു ആത്മപരിശോധനയും നടത്താതെ ഇത്തരം ഹീറോയിക് ക്യാപ്ഷനുകൾ നൽകാൻ ഗില്ലിന് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. ആരാധകരുടെ രോഷത്തിന് വ്യക്തമായ കണക്കുകളുടെ പിൻബലമുണ്ട്. ധരംശാലയിലെ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ 100 സ്ട്രൈക്ക് റേറ്റിലാണ് ഗിൽ ബാറ്റ് വീശിയത്. 28 പന്തുകൾ നേരിട്ട ഗില്ലിന് വെറും 28 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ആധുനിക T20 ക്രിക്കറ്റിൽ പവർ പ്ലേ ഓവറുകൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഓപ്പണർ ടെസ്റ്റ് ക്രിക്കറ്റിലേതുപോലെ ബാറ്റ് ചെയ്യുന്നത് ടീമിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ഗില്ലിന്റെ മെല്ലെ പോക്ക് കാരണം മധ്യനിരയിലെത്തുന്ന സൂര്യകുമാർ യാദവിനും തിലക് വർമ്മയ്ക്കുമേൽ അനാവശ്യ സമ്മർദ്ദമുണ്ടാവുന്നു. ഈ വർഷത്തെ ഗില്ലിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ആരും ഞെട്ടും. 2025-ൽ ഇതുവരെ കളിച്ച 15 T20 ഇന്നിംഗ്സുകളിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റന് സാധിച്ചിട്ടില്ല. എന്നിട്ടും ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് തുടർച്ചയായി അവസരങ്ങൾ നൽകുന്നു എന്നതാണ് വിമർശനങ്ങളുടെ കാതൽ. ഗില്ലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും മലയാളി താരം സഞ്ജു സാംസണിന്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. സഞ്ജുവിനെ പോലെ 3 T20 സെഞ്ചുറികൾ നേടി നിൽക്കുന്ന മികച്ച ഫോമിലുള്ള ഒരു താരത്തെ പുറത്തിരുത്തിയാണ് ഗില്ലിനെ കളിപ്പിക്കുന്നത്. ഒരാരാധകന്റെ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം അറിയിക്കുന്നില്ല. നിഷ്കളങ്കനായ സഞ്ജു സാംസണിൽ നിന്നും ഓപ്പണിംഗ് സ്ഥാനം നിങ്ങൾ തട്ടിയെടുത്തു. നിങ്ങളെ ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ അനുഭവിക്കും, വളരെ മോശമായി തന്നെ. തീർച്ചയായും ഇതിന് നിങ്ങൾ അനുഭവിക്കും. ഇത് വെറുമൊരു കമന്റ് അല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ പുകയുന്ന കടുത്ത അമർഷത്തിന്റെ പ്രതിഫലനമാണ്. കഴിവിനേക്കാൾ ഉപരി സ്വാധീനത്തിന് പ്രാധാന്യം